അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞു, ഒരു കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു. ഇപ്പോൾ നിങ്ങളവർക്ക് വഴിനീള വിശ്രമമാണ്, പിന്നെ വിശ്രമിക്കാണ്ട് പറ്റുമോ? അപ്പോൾ ഇനി എന്താ സൈക്കിളൊക്കെ എടുത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്, ഭക്ഷണം കഴിക്കാനും കഴിഞ്ഞ് വണ്ടിയെടുത്ത് പോവാം. ഇപ്പോൾ 2-2:30 മണി ആയുള്ളൂ, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അങ്ങനെ മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ദൂരം കവർ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്താണ് സംഭവം? ഈ വഴിയിലൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോയ്ലറ്റ്സ് ഉണ്ട് കേട്ടോ. പുതിയതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കയറിയില്ല ഇതുവരെ. ഇവിടെ ഉണ്ടല്ലോ ലേക്ക്. വെള്ളത്തിലൊരു തരം പായല, പക്ഷേ നല്ലൊരു കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ പോരാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. തന്നെ താഴെ ഒരു പയ്യൻ, അവൻ കണ്ടു നമ്മൾ മണിയടിച്ചത്. രാമേശ്വരം 88 കിലോമീറ്റേഴ്സ്. അവിടെ നമ്മുടെ നാട്ടിൽ നിന്നാ ഞാൻ തൊടുപുഴ. കൊടുങ്ങല്ലൂര് തന്നെയുള്ള കൊടുങ്ങല്ലൂരുകാരെ ചങ്ങാതീനെ നമുക്കിവിടെ വഴിക്ക് വെച്ചിട്ട് മൂപ്പര് തന്നെത്താനെ വിടുകയാണ്. ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. ബോർഡ് കണ്ടപ്പോൾ നിർത്തിയതാ, നമ്മുടെ നാട്ടിൽ നിന്നാണ് മനസ്സിലായി. സ്വന്തം ആളെ കണ്ടിട്ട് ഒരു മലയാളിനെ തേടി നമ്മൾ നടക്കണേണ്. അവിടെ തുടങ്ങി വളരെ ചുരുക്കം കാറുകളല്ലാണ്ട് വേറൊന്നുമില്ല. അതെ അതെ അതെ. നമ്മളെക്കാട്ടും വലിയ പുലിയാണ്ട സൈക്കിളാണ് നമ്മൾ ഈ പ്രായത്തിൽ, നമ്മൾ ചെറിയ പ്രായത്തിൽ ബൈക്ക് വന്നേക്കുന്നത്. ഞങ്ങള് 10-12 പേരുള്ള ആ ക്ലബില്. അപ്പൊ പിന്നെ നോക്കിയപ്പോ അവസാനം ഒരാളുള്ളൂ പോരാൻ. ഞാനവസാനം എനിക്ക് ദേഷ്യം, ഞാനുള്ള പ്രായമുള്ളതിൽ ഒരാളെ. അപ്പൊ ഞങ്ങൾ മുഴുവനും വന്നില്ല, ഞാൻ തന്നെ പോകുന്നു. അപ്പൊ പിന്നെ ഒരുത്തും കൂടെ വന്നു. അതൊരു സൽമാനെ കണ്ട് അവിടെ നിർത്തി. ഞാൻ മോനെ പരിചയക്കാരാ? ഞാൻ ഈ തൊഴിലെന്ന് വന്നതാ. അതെ, രാമേശ്വരത്ത് വരെ പോവാം, തലേന്ന് മുട്ടടി. കുറച്ച് സന്യാസിമാര് പോകുന്നുണ്ടല്ലോ. നമസ്കാർ. हम केरला से आते हैं, काशी से. अच्छा, हाँ हाँ, ओके 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 ओके. नमस्कार. चलिए. ആദ്യമായിട്ട് ഈ വഴിക്ക് വന്നിട്ട് ഇന്നത് തീവണ്ടി കാണുന്നത് കണ്ടാ പോണേ. തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് ഇതുപോലത്തെ ഒരു വണ്ടിയാൽ ഞങ്ങളുടെ സൈക്കിളും കയറ്റി കൊണ്ടുപോകാമോ? അല്ലേ? ആ കയറ്റാന്ന് പറയാം. എനിക്ക് കുഴപ്പമില്ല, പേടിക്കാനില്ല. വണക്കോ. കേരള എന്ന് പറ. ആ ശരി ശരി. നാളേക്ക് രാമേശ്വരം എത്തുമോ? എவ்வளோ ஆடு இருக்கு? ഓഹോ. രാമേശ്വരം 75. രാമനാഥപുരം അടുക്കാറായി. അപ്പോൾ ഒരു ടീ ബ്രേക്ക്, ചായ കുടിച്ചിട്ട് പോവാം. എനിക്ക് അതിൽ ഒഴിച്ച് കഴിക്കാനൊന്നുമില്ല. ഇല്ല.
കെട്ടിയവനൊക്കെ എങ്ങനെ ശരിയാവാനാ അല്ലേ? കോഗനൂർ ടോൾ പ്ലാസ. രാത്രി മുഴുവൻ ആളുണ്ട്. അവനൊക്കെ എന്തുകൊണ്ടു വന്നപ്പോഴും അങ്ങനെ ആയിരുന്നു. ഇതിപ്പോ എന്തൊരു ഗ്രീനറി അല്ലേ. രാമനാഥപുരം 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പൊ എന്തൊരു വിശാല പാടം, അടിപൊളി. ധനുഷ്കോടി only 85 കിലോമീറ്റർ. നാളെ ചെല്ലാവുന്നതുള്ളൂ. നല്ല കളർഫുള്ളായിരിക്കും. ഇത് അഹമ്മദ് എഞ്ചിനീയറിംഗ് കോളേജ്, രാമനാഥപുരം. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാലല്ലേ അസ്തമന സൂര്യൻ്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. ഓ, ഇവിടെ നിന്നും ഏർവാടിക്ക് പോവാ അല്ലേ? രാമനാഥപുരം എത്രയായി? 4-5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. രാമനാഥപുരം അവിടെ ക്യാമ്പ് ചെയ്യാം. ചെന്നിട്ട് കിടക്കാനുള്ള താവളം തപ്പാം. ഒന്നിലെ ടെൻ്റ് അടിച്ച് കിടക്കുക, ടെൻ്റുണ്ട്. അല്ലെങ്കിൽ മുറി എടുത്തെടുക്കുക. അവിടെ ചെന്നിട്ട് ആലോചിക്കാം. ചെറിയ ആക്രമണം. ഞാൻ വണ്ടി എടുക്കാം, നീ പുറകെ വരില്ല കേട്ടോ. നീയാണിപ്പോൾ ബോധം കിട്ടി വീണേനെന്ന് പട്ടീനൊക്കെ. നാഥപുരം 4 കിലോമീറ്റർ വലത്തോട്ട് പോകണം. രാമേശ്വരം ഉള്ളി 62. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ മധുരയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ രാമനാഥപുരം വന്നു. 115 കിലോമീറ്ററാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി. അപ്പോൾ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, ടെൻ്റൊക്കെ ചുവന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ടെൻ്റ് ഇട്ട് കിടക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്കും സമയം വന്നിട്ട് പിന്നെ മടുത്തു. അപ്പം പിന്നെ അതെ ഇന്നെന്ത് ഒരു മുറിയൊക്കെ എടുത്ത് ആഘോഷമായിട്ട് കിടക്കാം. നാളെ നമ്മൾ ടെൻറ്റിൽ കിടക്കും. അപ്പോൾ സുഖിമാന്മാരാന്ന് മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 55-65 കിലോമീറ്റർ കണ്ടുണ്ട് രാമേശ്വരം. പിന്നെ അവിടെ നിന്ന് 10-20 കിലോമീറ്റർ ധനുഷ്കോടി ടിപ്പ് മുനമ്പ് വരെ ഉള്ളതുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഏർവാടി ഒന്ന് പോകാം ആലോചിച്ചു. ഉദ്ദേശിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ 2 ദിവസം കൊണ്ട് കമ്പംമെട്ടിൽ നിന്നും രാമനാഥപുരത്ത് വന്നു. അത് കുഴപ്പമില്ല. 2 വട്ടം ധനുഷ്കോടി വന്നിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഈ ധനുഷ്കോടിയെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്കൊരു എന്നാ പറയുക, ഒരു മരുഭൂമി പോലത്തെ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എൻ്റെ പൊന്നെ, ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പാലക്കാടൻ നെല്ലറകളിലൂടെ യാത്ര ചെയ്യുന്ന പോലെ വയലും പാടശേഖരങ്ങളും പച്ചപ്പ്. പിന്നെ ഈ 2-3 മാസം മുമ്പ് ഒരു സൈക്ലോണൊക്കെ കയറി നല്ലപോലെ മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ല ഗ്രീനറിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. പിന്നെ വഴി നീളെ ആളുകളൊക്കെ നിർത്തി വർത്താനം പറഞ്ഞ് നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നിരിക്കാ, അപ്പടിയോ സൈക്കിളിൽ ഓട്ടി വന്നിരിക്കുക, അങ്ങനെയൊക്കെ. അതൊക്കെ നമുക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മലയാളി ആദ്യമായിട്ട് ഇത്രയും നല്ലൊരുത്തേക്കും നമ്മുടെ സൈക്കിൾ കണ്ടു. വണ്ടി കുറേ കണ്ടു മലയാളികളെ. പക്ഷെ അവരാരും അങ്ങനെ അറ്റൻഡ് ചെയ്തില്ല. ഇത് കേരളത്തിൽ നിന്ന് വരുന്ന അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. അപ്പം നമ്മുടെ ഷമീർ കൊടുങ്ങല്ലൂർ വന്ന് നിർത്തി വർത്തമാനം പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇച്ചിരി മുമ്പ് ഇട്ടിരുന്നു ആ പടം. അങ്ങനെ അതൊരു സന്തോഷമായി. സത്യം പറഞ്ഞാലുണ്ടല്ലോ അബദ്ധം പറ്റി. നല്ലൊരു ആരോഗ്യമുള്ള കാലം മുഴുവൻ കളഞ്ഞിട്ട് ഈ വയസ്സാം കാലത്ത് ഈ സൈക്കിൾ എടുത്തോണ്ടി അപ്പം അത് വല്ല ആവശ്യമുണ്ടോ?
പിള്ളേരൊക്കെ നല്ല ആരോഗ്യവും ഒക്കെ ഉള്ള ക്ഷമതയുള്ള സമയത്ത് ഇന്ത്യ മുഴുവൻ ഇങ്ങോട്ട് പോവുക. ഇത് വലിയ സംഭവമൊന്നുമില്ലെന്നേ. ഞാൻ എന്നെ ഉദാഹരണം എടുത്താൽ പോരെ ഉള്ളേ. നമ്മുടെ അപ്പോൾ ധനുഷ്കോടി നമ്മുടെ റൈഡിൻ്റെ 2ാമത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതെ, 3ാം എപ്പിസോഡ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.